ഇതുപോലൊരു മ്യൂസിയത്തിനകത്തിരിക്കുന്ന ഒരാൾ സംസാരിക്കേണ്ട ഞങ്ങളൊരു അനാഥാലയത്തിലൊന്നും ഞങ്ങളൊരിക്കലും റിയാക്ട് ചെയ്യത്തില്ല. അയാളുടെ സംസാര ഭാഷയാണ് ശരിയല്ലാത്തത്. സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരുമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് സഫലമീ യാത്ര എന്നുള്ളൊരു ട്രിപ്പുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു 1 ഡേ ട്രിപ്പിന് എറണാകുളത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം 9:30 കൂടിയിട്ടാണ് ഹിൽ പാലസിൽ എത്തുന്നത്. അകത്ത് കയറി കാണാനായിട്ട് പറ്റുന്നവർ 30ഓളം അച്ഛനമ്മമാരേ ഉള്ളായിരുന്നു. ബാക്കി കുറച്ച് ശാരീരിക അവസ്ഥകൾ ബുദ്ധിമുട്ടുള്ളവര്, പിന്നെ വീൽ ചെയറിൽ ഇരിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അവർ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാനാണ് തീരുമാനിച്ചത്. ഇഷ്ടത്തില്ല, വണ്ടിക്കകത്തിരിക്കുന്നവർക്കും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ പോലും നിൽക്കത്തില്ലാത്ത രീതിയിൽ വളരെ മോശമായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോ, ഹിൽ പാലസ് തുറന്നു വെച്ചേക്കുന്നത് സൗജന്യത്തിനല്ല എന്നും പറഞ്ഞിട്ട് പുള്ളി. അപ്പൊ ഞങ്ങൾക്ക് സൗജന്യം വേണ്ട. ഈ അനാഥരായിട്ടുള്ള വൃദ്ധ മാതാപിതാക്കളുടെ അടുത്ത് ഹിൽ പാലസിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടല് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഞങ്ങൾ അച്ഛനമ്മമാർക്ക്. ഞാനിപ്പോ കംപ്ലൈന്റ് പേര് പറ സംസാരിക്കുന്നത്. അത് ഇതുപോലൊരു മ്യൂസിയത്തിനകത്തിരിക്കുന്ന ഒരാൾ സംസാരിക്കേണ്ട ഞങ്ങളൊരു അനാഥാലയത്തിലൊന്നും ഞങ്ങളൊരിക്കലും റിയാക്ട് ചെയ്യത്തില്ല. അയാളുടെ സംസാര ഭാഷയാണ് ശരിയല്ലാത്തത്. നമ്മള് പ്രതികരിച്ചു പോകും. ഞങ്ങള് ഈ സമൂഹത്തിൽ ഇതുപോലെ സേവനം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ പോലീസുകാരുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു പോകും. മനുഷ്യനെ നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു അനാഥാലയത്തിന് ആൾക്കാരോട് വന്നിരിക്കുന്നത് മക്കൾ ഉപേക്ഷിച്ച് ആർക്കും വേണ്ടാത്ത 90-നടുത്ത് അച്ഛനമ്മമാരെ ഹിൽ പാലസ് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ വിഷമവും വേദനകളും ഞങ്ങളത് പറഞ്ഞു. പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്യുന്നതിന് പുള്ളി പറഞ്ഞു തരുന്നതിന് ഒരു കാര്യമുണ്ട്. മര്യാദയുടെ ഭാഷയിൽ പറയണം. അല്ലാതെ നീ ഭാഷയല്ല ഒരു പോലീസുകാരുടെ ഭാഗത്ത് വരേണ്ടത്. നമസ്കാരം. എറണാകുളം ഹിൽ പാലസ് മ്യൂസിയം സന്ദർശിക്കാനെത്തിയ വയോധികരോട് സെക്യൂരിറ്റി ജീവനക്കാരൻ മോശമായി പെരുമാറിയതായി പരാതി. കോട്ടയത്ത് പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് എന്ന അഭയ മന്ദിരത്തിലെ പ്രായമായ അച്ഛനമ്മമാരോടാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ മോശമായി പെരുമാറിയത്. ഇതേ തുടർന്ന് DGPക്ക് സ്നേഹക്കൂട് അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. സ്നേഹക്കൂടിൻ്റെ നടത്തിപ്പുകാരിയായ നിഷ സ്നേഹക്കൂട് ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം. ഞങ്ങള് സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരുമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് സഫലമീ യാത്ര എന്നുള്ളൊരു ട്രിപ്പുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു 1 ഡേ ട്രിപ്പിന് എറണാകുളത്തേക്ക് ഇറങ്ങിയതാണ്. ചോറ്റാനിക്കര അമ്പലത്തിലെത്തി. ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ശേഷമാണ് നമ്മൾ ഹിൽ പാലസിൽ എത്തുന്നത്. അപ്പം 9:30 കൂടിയിട്ടാണ് ഹിൽ പാലസിൽ എത്തുന്നത്. 9:30 ഹിൽ പാലസിൽ ഞങ്ങൾ എത്തി. ടിക്കറ്റ് കൗണ്ടറിന് അവിടെ ചെന്നു. അപ്പൊ നമ്മൾക്ക് 95ഓളം അച്ഛനമ്മമാരാണ് നമ്മളുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. 3 വണ്ടികളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ 30ഓളം അച്ഛനമ്മമാർ മാത്രമാണ് നമുക്ക് ഉള്ളിൽ കയറാനായിട്ട് പറ്റുന്നവര്. അകത്ത് കയറി കാണാനായിട്ട് പറ്റുന്നവര് 30ഓളം അച്ഛനമ്മമാരേ ഉള്ളായിരുന്നു. ബാക്കി കുറച്ച് ശാരീരിക അവസ്ഥകൾ ബുദ്ധിമുട്ടുള്ളവര്, പിന്നെ വീൽ ചെയറിൽ ഇരിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അവര് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാനാണ് തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങള് ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്ക് 30 ടിക്കറ്റും 3 വണ്ടിയുടെ പാസും 3 ക്യാമറയ്ക്കുള്ള പാസുമാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ അവൻ ചോദിച്ചു, നിങ്ങൾ എത്ര പേര് മൊത്തം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 90 പേര് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. പറഞ്ഞാൽ അത് പറ്റത്തില്ല, വണ്ടിക്കകത്തിരിക്കുന്നവർക്കും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ചോദിച്ചു, വണ്ടിക്കകത്ത് നമ്മൾ വണ്ടിയുടെ പാർക്കിംഗ് ഫീ എടുക്കുന്നിടത്ത് പിന്നെ വണ്ടിക്കകത്ത് അകത്ത് കയറാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ടിക്കറ്റ് എടുക്കുന്നത്? ഇത് സ്നേഹക്കൂട് എന്നൊരു അഭയ മന്ദിരത്തിൽ നിന്നാണ് കാര്യങ്ങൾ പറഞ്ഞ സെക്യൂരിറ്റി ഓഫീസറുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഫ്രണ്ടിലും സെക്യൂരിറ്റിയുടെ അടുത്ത് വന്ന് ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കാണ് ഇദ്ദേഹം നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ പോലും നിൽക്കത്തില്ലാത്ത രീതിയിൽ വളരെ മോശമായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. കാരണം ഏതൊരു സാധാരണക്കാരും പ്രതികരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മറുപടികൾ. അപ്പം വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾ വണ്ടി പുറത്തിട്ടോളാം, കുഴപ്പമില്ല. ചീത്ത വിളിക്കായിരുന്നു. ഞങ്ങള് പുള്ളി പറഞ്ഞതിനനുസരിച്ചിട്ട് തിരിച്ച് ഞങ്ങള് പുള്ളിയോട് സംസാരിച്ചപ്പോഴത്തേക്കാണ് പുള്ളി പറയുന്നത് ഞങ്ങളുടെ അടുത്ത്, നിങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോ, ഹിൽ പാലസ് തുറന്നു വെച്ചേക്കുന്നത് സൗജന്യത്തിനല്ല എന്നും പറഞ്ഞിട്ട് പുള്ളി. അപ്പൊ ഞങ്ങൾക്ക് സൗജന്യം വേണ്ട, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ തയ്യാറാണ്, പക്ഷെ
വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ട് വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് മോശമല്ലേ? അപ്പം അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ പുള്ളി വളരെ മോശമായിട്ട് ഞങ്ങളോട് സംസാരിക്കുകയും തെറിയോട് കൂടിയിട്ടാണ് പുള്ളി നമ്മുടെ അച്ഛനമ്മമാരെ സംബോധന ചെയ്തുള്ള രീതിയിൽ അവമാനിക്കുന്ന തരത്തിലാണോ സംസാരിച്ചത്? തീർച്ചയായിട്ടും നമ്മൾ അച്ഛനമ്മമാരെ ആ ഒരു വാക്കുകൾ കൂടി കേട്ടപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയതും ഞങ്ങൾ പ്രതികരിച്ചതും. ശരിക്കും ഞങ്ങൾ അവിടെ നിന്ന് ഒരു ലൈവ് ഇടാനായിട്ട് ഒഴുകിയാണ്. പക്ഷെ ഞങ്ങളുടെ ടൈം ഞങ്ങൾക്ക് മെട്രോയിൽ കയറിയിട്ട് 12 മണിക്ക് ലുലൂര് പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടതുകൊണ്ട് സമയം പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ അപ്പം പ്രതികരിക്കാതെ അവിടെ നിന്ന് ഞങ്ങൾ പോയത്. പക്ഷെ വളരെ മോശമായിട്ടാണ് ഈ അനാഥരായിട്ടുള്ള വൃദ്ധ മാതാപിതാക്കളുടെ അടുത്ത് ഹിൽ പാലസിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടല് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഞങ്ങൾ അച്ഛനമ്മമാർക്ക്. അവസാനം നമ്മുടെ അച്ഛനമ്മമാര് തന്നെയാണ് പറഞ്ഞത്, വേണ്ട ഇനി നമുക്ക് കേറണ്ട, തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ തിരിച്ചു പോരുന്നത്. അപ്പം അവര് ശരിക്കും നമ്മൾ ആ തിരിച്ചു പോരുന്നത് പോലും ആഹ്ലാദിക്കുകയായിരുന്നു. അവരാ തിരിച്ച് ഞങ്ങൾ പോകുമ്പോൾ പോലും അവര് വളരെ സന്തോഷിച്ച് പുള്ളി ഞങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് വളരെ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നതാണ് കണ്ടത്. മറ്റ് ജീവനക്കാരൊന്നും സെക്യൂരിറ്റി ജീവനക്കാരോ? ഉണ്ടായിരുന്നു. അവിടെ ഓഫീസിൽ കുറച്ച് ജീവനക്കാരുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങി ഈ ഒരു സംഭാഷണം നടക്കുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ഇടയ്ക്ക് നിന്നിട്ട് നമ്മളോട് ഇയാളുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വേറെ ആരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്കൊരു മോശം അനുഭവം. പരാതി വല്ലതും കൊടുത്തിട്ടുണ്ടോ? പരാതി ഇപ്പൊ നമ്മൾ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ ആവശ്യം? അല്ല, നമ്മൾ അച്ഛനമ്മമാർക്ക് എതിരെ ഇതുപോലുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പ്രായമുള്ള ആളുകൾക്ക് പോലും ഒരു നമുക്ക് അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. പക്ഷെ അത് സംസാരിക്കേണ്ട ഭാഷ മാറിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ പ്രതികരിച്ചത്. ഇതുപോലുള്ള ഇനിയും അനുഭവങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള വൃദ്ധരായിട്ടുള്ളവർക്കൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെതിരെ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പലരും പ്രായമായ ആളുകളുണ്ട്, വീൽ ചെയറിലൊക്കെയാണ് അവരെ കൊണ്ടുപോയത് അല്ലെ? തീർച്ചയായിട്ടും വീൽ ചെയറിൽ ഇരിക്കുന്ന 75, 80, 90 വയസ്സുള്ള പ്രായമുള്ള അച്ഛനമ്മമാര് ആയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തിരിച്ചത്. അത് ഞങ്ങളൊരു സ്പോൺസർഷിപ്പിലാണ് ഈ യാത്ര തിരിച്ചത്. അത് വളരെ നമ്മളെ അച്ഛനമ്മമാര് റീൽസ് ഒക്കെ അവിടെ അതിന്റെ മുന്നിൽ റീൽസ് ഒക്കെ എടുക്കാൻ ഹാപ്പി ആയിട്ട് പോയാൽ ഞങ്ങൾ അച്ഛനമ്മമാർക്ക് ഈ ഒരു അനുഭവം കൊണ്ട് വളരെ ഒരു മോശം അനുഭവമാണ് ഉണ്ടായത്. ഏതായാലും പ്രായമായ അച്ഛനമ്മമാർ അവർ വീൽ ചെയറിലൊക്കെയാണ് ഹിൽ പാലസ് സന്ദർശിക്കുന്നതിനായി എത്തിയത്. മെട്രോയിൽ യാത്ര ചെയ്തു. പിന്നീട് ലുലു മാളിലൊക്കെ കയറിയതിനു ശേഷം അവർ ഹിൽ പാലസിൽ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ അസഭ്യവർഷവുമായി സെക്യൂരിറ്റി ജീവനക്കാരൻ നിന്നത്. ഇതേ തുടർന്ന് ഇവർ നിരാശരായി മടങ്ങുകയായിരുന്നു. പിന്നീടാണ് ഈ സ്നേഹക്കൂടിൻ്റെ അധികൃതർ തന്നെ DGPക്ക് പരാതി നൽകിയത്. ഇനി ഇത്തരത്തിലൊരു സാഹചര്യം, പ്രായമായ ആളുകളെ മോശമായി പറയുന്ന അല്ലെങ്കിൽ അവർക്ക് നേരെ അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെന്ന് കരുതിയാണ് ഇപ്പോൾ പരാതി നൽകിയതെന്നാണ് നിഷ സ്നേഹക്കൂട് നമ്മളോട് പ്രതികരിച്ചത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.